സ്ഫോടനം എന്ന് പറഞ്ഞ പടത്തിൽ ഈ അരൂർ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ പറഞ്ഞിട്ട് നമുക്ക് ചാടാൻ വേണ്ടിയിട്ടൊന്നും മടിച്ചൊന്നും പുള്ളിയെ തള്ളയും കിട്ടും, താഴേക്കങ്ങ് ചാടി കാലൊടിഞ്ഞു പോയി. എപ്പോഴും ഹൈഡ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരാൾ ഹീറോയായി മാറുന്നത്. മറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് വലുതും അത്ഭുതകരവും, എല്ലാം മറഞ്ഞിരിക്കുന്നതെല്ലാം ക്യൂരിയസ് ആയിരിക്കും. റോബിൻ സാർ, എല്ലാവർക്കും സിനിമയാണ് ഭ്രമം, എല്ലാത്തിൻ്റെയും എക്സ്ട്രീം. ഒരു കരിയറായിട്ട് നോക്കുമ്പോൾ, ഒരു ഇൻഡസ്ട്രി ആയിട്ട് നോക്കുമ്പോൾ സിനിമയാണോ എക്സ്ട്രീം? കേരളത്തിൽ ജുബിൻ പറഞ്ഞൊരു കാര്യം ശരിയാണെന്ന് തോന്നുന്നു. ഞങ്ങളിതിപ്പോൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ഈ എറണാകുളത്ത് നമ്മുടെ കലൂർ സ്റ്റേഡിയം, തൊട്ടടുത്തുള്ള കലൂർ സ്റ്റേഡിയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ വെളുപ്പിന് 3:45 4 മണിക്കൊക്കെ മാക്സിമം 3:30 രാവിലെ വരുന്ന ഒരാളായിരുന്നു. ഞാൻ അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പൾസ് എനിക്കറിയാം. അതിലൊരു നേർചിത്രം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെറുപ്പക്കാരികളും കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എറണാകുളത്ത് വന്നിട്ട് ആ സ്റ്റേഡിയത്തിൻ്റെ പരിസരത്തുണ്ട്. അതിലൊരു 80% കുട്ടികളുടെയും ആഗ്രഹം സിനിമയിലേക്ക് വരിക. 95% അവർ അൾട്ടിമേറ്റ് അവർ എത്തേണ്ട ഒരു ഇടം എന്ന് പറയുന്നത് സിനിമയാണെന്ന്. അപ്പം ഭ്രമം എന്നാണോ എനിക്ക് പക്ഷേ ആ വേർഡ് ചിലപ്പോൾ ശരിയായിരിക്കാം. അവർ ഭ്രമമാണോ പാഷനായിട്ടാണോ വരുന്നത് എന്ന് എനിക്കറിയില്ല. ഈ പാഷനായിട്ട് വരുന്നതും ഭ്രമവും രണ്ടാണ്. അത് അതിൻ്റെ ഒരു വെളിച്ചത്തിലേക്ക്, സിനിമയുടെ ഒരു ലൈം ലൈറ്റിലേക്ക് എത്തിപ്പെട്ട അതിൻ്റെ ഒരു പോപ്പുലാരിറ്റിയും ഒക്കെ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം ഒരു പക്ഷെ വരുന്നത്. എന്തായാലും സിനിമയ്ക്ക് അത്രയും ഒരു ജനകീയ കല നിലയ്ക്ക് അത്രയും വലിയ പ്രാധാന്യമുണ്ട്, എക്സ്പോഷറുണ്ട്. സോഷ്യൽ മീഡിയ ഇത്രയും വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെ തന്നെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുക, നമ്മുടെ പ്രൊഫൈലിലേക്ക് ഒന്ന് വളർത്തുക, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കലാപരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുക. കുറേയും കൂടെ ടെക്നോളജി വളർന്നപ്പോൾ, പ്രത്യേകിച്ച് ഈ മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിനിമയൊക്കെ വളർന്നപ്പോൾ, വിഷ്വൽ മീഡിയ വളർന്നപ്പോൾ അതിനുവേണ്ടി അത് കുറച്ചുകൂടെ ഈസിയായി മാറി. പക്ഷേ അതിനപ്പുറത്ത് കുറച്ചുകൂടെ അത്ര ഈസി അല്ല. ഇപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതിനകത്തൊരു 100 പേര് വന്നാൽ ആകെ ഒരു 5 പേരോ 2 പേരോ ഒക്കെ ഉള്ളൂ സക്സസ് ആവുന്നവർ. ചിലപ്പോൾ ഒരാളൊക്കെ ഉള്ളൂ സക്സസ് ആവുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം. വളരെ പ്രത്യേകിച്ച് ക്രിയേറ്റീവ് സൈഡിൽ എഴുത്തുകാരുടെ ഇടയിൽ എഴുത്തിൽ വളരെ കുറവാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒരു ആഴത്തിലുള്ള വായനയുടെ അഭാവമുണ്ട്, നിരീക്ഷണങ്ങളുടെ അഭാവമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പരസ്പരം സ്നേഹം, സൗഹാർദ്ദം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട് ആളുകളുടെ ഇടയിൽ. അപ്പോൾ അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ചുറ്റുപാടെന്നൊക്കെ അതിന് ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇതൊക്കെയായിട്ട് വരുന്ന ആളുകൾക്ക് സമൂഹത്തിൻ്റെ ഒരു നേർചിത്രം എടുക്കുമ്പോൾ പെട്ടെന്ന് അവർ നേരെ എടുക്കുന്നത് വയലൻസിലേക്കൊക്കെയാണ് പോവുക. വയലൻ്റ് ആയിട്ടുള്ള സിനിമകളൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ എല്ലാ രംഗത്തെയും പോലെ ഇവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും ടഫാണ്, അത്ര ഈസി ഒന്നുമല്ല. പിന്നെ ഒറ്റയടിക്ക് നമ്മളൊരു കാര്യത്തിൽ വന്നിട്ട് ഒരു സംവിധായകനോ എഴുത്തുകാരനോ ഒരു നടനോ ഒക്കെ ആയി വരുമ്പോൾ, നമ്മളെ പ്രിയപ്പെട്ട രഞ്ജേട്ടൻ പറഞ്ഞ പോലെ, മോഹൻ നിങ്ങളൊരു നടനായി മാറണമെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ, നിങ്ങളൊരു നടനായി മാറണമെങ്കിൽ നിങ്ങൾക്ക് ചില പ്രത്യേക ക്വാളിറ്റികളൊക്കെ ആവശ്യമുണ്ട്. ഒരു നടൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു മനുഷ്യനായിരിക്കണം. ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, ആക്ട് ലാബ് എന്നാണ് അതിൻ്റെ പേര്. സജീവ് നമ്പ്യത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡീൻ ആയിട്ടുള്ള ഒരാളാണ്. സജീവിൻ്റെ അടുത്ത് പഠിച്ചിട്ടുള്ള കുട്ടികളാണ് ഇന്ന് മലയാള സിനിമയിലെ പുതിയ തലമുറയിൽപ്പെട്ട മിക്കവാറും 90% ആർട്ടിസ്റ്റുകളും പ്രശസ്തരുമുണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന സൂപ്പർ സ്റ്റാറുകൾ പലതും ഉണ്ട്, അവിടുന്ന് കോഴ്സൊക്കെ ചെയ്തവരുണ്ട്. സജീവ് ആദ്യം പഠിപ്പിക്കുന്നത്, അയാളൊരു കൂടിയാട്ടം വിദഗ്ധനാണ്. അയാൾ പഠിപ്പിക്കുന്നത്, ഞാൻ അയാളെക്കുറിച്ച് ഇങ്ങനെ പറയാനൊരു കാരണം, അയാളൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമല്ല, അയാളുടെ ഒരു ജീവിതം പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അയാൾ അഭിനയം പഠിപ്പിക്കുന്നത് ജീവിതം പഠിപ്പിച്ചുകൊണ്ടാണ്. എങ്ങനെ പെരുമാറണം, എങ്ങനെ മനുഷ്യനോട് ബിഹേവ് ചെയ്യണം, ആ ഒരു ബിഹേവിയർ പാറ്റേൺ എന്നാണ്. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് ഒരു വലിയ പവർഫുൾ ലെൻസിൽ, ഒരു എക്സ്ട്രീം സൂം ലെൻസ് ഇട്ടിട്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുകളൊക്കെ ഇങ്ങനെ തിളങ്ങുമ്പോൾ ആ കണ്ണിലെ മൈക്രോ തിളക്കം പോലും ക്യാച്ച് ചെയ്യാൻ ലക്ഷക്കണക്കിന് പ്രേക്ഷകന് പറ്റുന്നുണ്ടെങ്കിൽ ആ ലോകമേ ഇതാ കണ്ടുകൊള്ളൂ എനിക്ക് പറയാനുള്ളത് എന്ന് ആ സംവിധായകൻ ഈ ആർട്ടിസ്റ്റിൻ്റെ കണ്ണിലൂടെയോ മുഖത്തിലൂടെയോ, ഞാൻ പറഞ്ഞു മുഖം പല കാര്യങ്ങളും വന്നു ചേരുന്ന ഒരു തുറമുഖമാണ് എന്ന്. അപ്പോൾ ആ മുഖത്തോടെ ഇതൊക്കെ ദ്യോതിപ്പിക്കാൻ കഴിയണമെങ്കിൽ അവബോധം വേണം, നന്നായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കണം, നന്നായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ അറിയാത്ത ആൾക്കാർക്ക് ഇതൊരു വലിയ ബാലികേറാ മലയായിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ ലാലേട്ടൻ്റെ കാര്യം പറയുമ്പോൾ ഹീസ് എ ബോൺ ആക്ടർ, മമ്മൂക്കയുടെ കാര്യം പറയുമ്പോൾ മെയ്ഡ് ആക്ടർ എന്ന് പറയും. ഇനി വിവേക് ഒബ്റോയ് ബോംബെയിൽ എവിടെയൊക്കെ പോയി താമസിച്ച് ജീവിതം പഠിച്ച് സിനിമയിലേക്ക് വന്നെന്ന് പറഞ്ഞു. ശരിക്കും ഒരു ആക്ടർ ഇതിലേതാണ്? അവരെല്ലാവരും ഒരു തരത്തിലുള്ള വേറെ തരത്തിലുള്ള അതിൻ്റെ മെത്തേഡ് ഓഫ് ആക്ടിങ് വ്യത്യാസമുള്ളൂ.
അപ്പം മമ്മൂക്ക അങ്ങനെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആക്ടർ അല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം മോഹൻലാലിനേക്കാളും എനിക്ക് തോന്നുന്നു മമ്മൂക്കയായിരിക്കും ഒരു അഭിനേതാവാകാൻ വേണ്ടി ഇത്രത്തോളം ആഴത്തിൽ ആഗ്രഹിച്ചിരുന്നു. ഒരാള് സ്ട്രഗിൾ ആവശ്യമുണ്ട്. അപ്പൊ ഇതില് നമ്മളെ ഒന്ന് മേക്കപ്പ് ചെയ്യണം. പാഷൻ, സ്ട്രഗിൾ അല്ല ഞാൻ പറയുന്നത്, പാഷൻ, ആഗ്രഹം. എനിക്ക് ആവണം എന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. PG വിശ്വംഭരൻ സാറിൻ്റെ സ്ഫോടനം എന്ന് പറഞ്ഞ പടത്തിൽ ഈ അരൂർ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടണം. ഈ താഴേക്ക് ചാടുന്ന മമ്മൂക്ക താഴേക്ക് ചാടാൻ പറഞ്ഞിട്ട് മമ്മൂക്ക ചാടാൻ വേണ്ടിയിട്ടൊന്നും മടിച്ചു നിന്നു. പുള്ളിയെ തള്ളയും കിട്ടും, താഴേക്കങ്ങ് ചാടി കാലൊടിഞ്ഞു പോയി. അപ്പം പാഷനാണ്, അതിനോടുള്ള ആർത്തിയാണ്, അഭിനയിക്കാനുള്ള ആർത്തി എന്ന് പറയുന്നത്. ആ ആർത്തി, ആ ദാഹം നമുക്കുണ്ടാവണം. അത് നമ്മൾ അഭിനയം മാത്രമല്ല കേട്ടോ, എല്ലാ മേഖലകളിലും ആ ദാഹം, ആർത്തി ഉണ്ടാവണം. അപ്പോൾ കുറേ അധികം എൻ്റെ ഒരുപാട് വ്യവസായികളായിട്ടുള്ള പല സുഹൃത്തുക്കളുണ്ട്. ഇപ്പം കോഴിക്കോട്ട് കേരളം മുഴുവൻ അറിയുന്ന ഒരു വലിയ വ്യവസായിയാണ് മൈജി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ ഷാജി, AK ഷാജി. അപ്പോൾ അവർ AK ഷാജി, എൻ്റെ മറ്റൊരു പ്രധാന സുഹൃത്തായ മർമറിറ്റാലിയുടെ ഉടമസ്ഥനായിട്ടുള്ള സക്കീർ ഹുസൈൻ, അവരൊരു GTech മേറൂഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സംഘമുണ്ട്. അപ്പം ഇവരൊക്കെ ഈ പല ആളുകളുടെയും ഈ ലൈം ലൈറ്റിലേക്ക് ഇവർ വരുന്നത് കാണുമ്പോൾ ഇവരൊന്നും പെട്ടെന്ന് ഒരു ദിവസം വന്ന ആൾക്കാരല്ല. അവർ സ്ട്രഗിൾ ചെയ്തെന്ന് പറഞ്ഞാൽ അവർ ഒടുങ്ങാത്തൊരു പാഷനുണ്ട്. അതിൻ്റെ പുറകെ അവർ സഞ്ചരിക്കുക, വേറെ എവിടെയും വഴിതെറ്റാതെ. ഒരു യാത്രയിൽ ഷൊർണൂർ ചെല്ലുമ്പം നേരെ വടക്കോട്ട് പോകുന്ന ട്രെയിനിന് പാളം വേണമെങ്കിൽ നിലമ്പൂർ പാതയിലേക്ക് ഒന്ന് തിരിഞ്ഞാൽ അങ്ങോട്ട് പോകാം. പക്ഷെ അവിടേക്ക് പോകാതെ അവരാകുന്ന സ്വന്തം എഞ്ചിനെ അവർ സ്വന്തം ഡ്രൈവ് ചെയ്തിട്ട് ആ ലക്ഷ്യം തെറ്റാതെ അതേ പാതയിലൂടെ തന്നെ പോകുന്ന ആ ജോലി അവർ ചെയ്യുകയാണ്. അവരിന്ന് കാണുന്ന വളർച്ച എന്ന് പറഞ്ഞാൽ നല്ല പണിയെടുത്തിട്ടാണ്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇത് വളരെ എളുപ്പമല്ലേ? ഇപ്പൊ ഇൻസ്റ്റാഗ്രാം പോലുള്ള മീഡിയകളുണ്ട്, സ്വന്തമായിട്ടൊരു അഭിനയിച്ചൊരു റീൽസ് എടുത്തിട്ട് അത് വൈറലായി ആൾക്കാരെ നമ്മൾ തേടി ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലേ? ആക്ടിങ് ആയാലും സിനിമ ആയാലും. ഇല്ല, അത് എളുപ്പമാക്കുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ മുക്കാതെ പഴുക്കുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ട്. അത് അധികം ചിലപ്പോൾ നിലനിൽപ്പുണ്ടാവില്ല എന്നുള്ളതാണ്. ഈ പൊതുവെ പറയുന്ന സാധനമുണ്ട്, ഡയറക്ടേഴ്സ് പറയും ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യുന്ന ആൾക്കാരെ ഒന്നുകൂടെ ഓഡിഷൻ ചെയ്തിട്ട് എടുക്കാവൂന്ന് പറയും. കാരണം ചിലപ്പോൾ ഈ ഒരു 35-40 തവണ പ്രാക്ടീസ് ചെയ്ത് അതിലേറ്റവും ബെസ്റ്റ് ഷോട്ട് ഒരു ക്ലോസ് റൂമിനകത്ത് ഇരുന്ന് ഷൂട്ട് ചെയ്ത് അവർ തന്നെ എഡിറ്റ് ചെയ്തിടുമ്പോൾ അതിനകത്തുള്ള ഇതുണ്ട്. ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ആ ആക്ടർ ചിലപ്പോൾ അത്രയ്ക്ക് പെർഫോം ചെയ്യാൻ സാധ്യതയല്ലായിരിക്കും. അപ്പോൾ അത് ഒരു ടിക്ടോക്ക് ചെയ്യുന്നവരല്ല ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യുന്നവരെ ഒന്നുകൂടെ ഓഡിഷൻ ചെയ്തിട്ട് എടുക്കാവുന്ന ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഡയറക്ടേഴ്സ് പറയാറുണ്ട്. ജുബിൻ പറയുന്നത് പെർഫോമൻസിനെ സംബന്ധിച്ച് ആണ് ഇത് ബാധകമാവുന്നത്. പക്ഷെ അവര് അങ്ങനെ അതിന്റെ ഒരു പ്രാക്ടീസ് ഇല്ലേ, ഇങ്ങനെ ഒരുപാട് തവണ എടുത്തെടുത്ത് ആ പ്രാക്ടീസ് ഇല്ലേ, അതാണ് അവരുടെ USB എന്ന് പറയുന്നത്. അത് തിരിച്ചറിയാൻ പറ്റുക, ഞാനിങ്ങനെ എൻ്റെ പ്രൊഡക്റ്റ് ബെസ്റ്റായിട്ട് എനിക്ക് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ സിനിമ ചെയ്യുമ്പം ഫൈനൽ ഫ്രെയിം മാത്രമേ സിനിമയിൽ ആവശ്യമുള്ളൂ. ഇപ്പുറത്ത് നടക്കുന്നു, ഇതിൻ്റെ അപ്പുറത്ത് നടക്കുന്നു, ഒന്നും കഥകളൊന്നും ആർക്കും ആവശ്യമില്ല. ആ ഫ്രെയിമിൻ്റെ അകത്ത് എന്ത് നടക്കുന്നു അത് മാത്രമേ സിനിമയിൽ വരുള്ളൂ. സിനിമയ്ക്കകത്ത് അതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വലിയ വലിയ സംഭവങ്ങളുണ്ട്, ഇവിടെ കണ്ട് വലിയ സെറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇത് ഫ്രെയിമിൽ വരുന്നുണ്ടോ എന്ന് മാത്രമേ ചോദ്യമുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അവർക്ക് അകത്ത് ചെയ്യാനുള്ള, അവർക്ക് ലോകത്തോട് പറയാനുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് പറയാൻ കഴിയുന്നു. എനിക്കും അഭിപ്രായമില്ല ടിക്ടോക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അങ്ങനെ ഒരു പെരിഫറലായിട്ട് ഇങ്ങനെ പോകുന്ന കാമ്പില്ലാത്ത ആൾക്കാരൊന്നും. അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണല്ലോ അവർ ആ മീഡിയയിൽ വരുന്നതും. ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് പറയുക. സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ, കാലത്തിനനുസരിച്ചുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കാറ്റഗറി ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, നിർവചനങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, എല്ലാം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് പക്ഷെ ഒരു ഉത്തരവാദിത്വമുണ്ട്, ആളുകളോട് കുറച്ചുകൂടെ സൊസൈറ്റിക്ക് വേണ്ട കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതെ, ആ കമ്മിറ്റ്മെന്റ് വെച്ചുകൊണ്ട് അവർ അത് ചെയ്യാവുന്നതാണ്. പാട്ടുകാരായാലും ആരായാലും. ഇപ്പോൾ വേടൻ ഒക്കെ പോലുള്ള ആളുകൾ, അയാളൊരു തികഞ്ഞ കലാകാരനാണ്, മറ്റെല്ലാ വിവാദങ്ങളും മാറ്റി നിർത്തുക. അയാളെ പോലെയുള്ള ആൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഒരു സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അയാളെ പാട്ടിലൂടെ അത് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ബോബ് മർലി എന്ന് പറഞ്ഞ ആൾ മയക്കുമരുന്നിനെ അയാൾ സപ്പോർട്ട് ചെയ്തിരുന്നു, മയക്കുമരുന്നിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലായിരുന്നു. പക്ഷെ ഒരു കോടാനുകൂടി മനുഷ്യരെ ത്രസിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സൈഡ് കുഴപ്പമാണെങ്കിലും വേറൊരു സൈഡ് നല്ലതുണ്ട്, അങ്ങനെയാണ്. അപ്പോൾ പല ആളുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ജീവിതം എടുത്തിട്ട് ഞാനിങ്ങനെ ജീവിക്കുന്ന പോലെ മറ്റുള്ളവർ ജീവിക്കണ്ട. എനിക്ക് പറയാനുള്ളത്, എനിക്ക് എൻ്റെ കലയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് അതാണ് ഏറ്റവും പ്രധാനം. പലരുടെയും ജീവിതം
നമ്മൾ വിചാരിക്കുന്നതൊക്കെ ബോറാണ്. ഈ സാധാരണ മനുഷ്യരെ പോലെയല്ലല്ലോ കലാകാരന്മാർക്ക് സൊസൈറ്റിയോട് കുറച്ചും കൂടി ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ആവശ്യമുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. എനിക്ക് അല്ല, അങ്ങനെ ചോദിച്ചാൽ ഇപ്പോഴത്തെ ആളുകൾ പറയാ അങ്ങനെ കമ്മിറ്റ്മെന്റ് ഒന്നും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് അവര് എന്റെ പറയും പേഴ്സണൽ ലൈഫ് ഉണ്ട്. എന്റെ പേഴ്സണൽ ലൈഫ് ഉണ്ടെന്ന് പറയും. കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. കലാകാരന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ആളുകളെ എന്റർടൈൻ ചെയ്യാവുന്നത്. കലയുടെ ഉദ്ദേശം തന്നെ ആളുകളെ എന്റർടൈൻ ചെയ്യുക, അവരെ ആഹ്ലാദിപ്പിക്കുക. കലാകാരനിലൂടെ അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അവരെ ആഹ്ലാദിപ്പിക്കുക, അതെന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നുമല്ല. ആഹ്ലാദിപ്പിക്കൽ ഒരു ഉത്തരവാദിത്വമാണ്. അത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ കലാകാരൻ നിലയ്ക്ക് അവൻ സൈഡ് മാറ്റി നിർത്തപ്പെട്ടു, അവൻ പുറത്തു പോകും. അപ്പം നന്നായി ആഹ്ലാദിപ്പിക്കുന്നവനെ ആൾക്കാർ ഇഷ്ടപ്പെടുകയും ആഹ്ലാദത്തിന്റെ അംശം കൂടുമ്പോൾ, അതിന്റെ അളവ് കൂടുമ്പോൾ അവനെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്യും. ആ ആഹ്ലാദിപ്പിക്കൽ ആരാധനയായിട്ട് ഒരു ഫഹദ് ഫാസിൽ പറയുന്നുണ്ടല്ലോ, എന്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ വിട്ടേക്കൂ, പിന്നെയുള്ള ഞാനാണ്. ലാൽ സാറൊക്കെ മോഹൻലാലിനെ പോലുള്ള ആളുകളൊക്കെ അങ്ങനെയല്ലേ, അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിട്ടു. പലരും അങ്ങനെയാണ്, വലിയ ആർട്ടിസ്റ്റുകളൊക്കെ അങ്ങനെയാണ്. അവരതിനകത്ത് അതിലേക്ക് അങ്ങ് പരകായ പ്രവേശം ചെയ്യുന്ന പോലെയാണ് അവർ മാറുന്നത്. ചിലരങ്ങനെയല്ല, ചിലർ ദിവസങ്ങളോളം, ഇപ്പോൾ ദിലീപിനെയൊക്കെ പോലുള്ള, പൃഥ്വിരാജിനെ പോലുള്ള ആളുകളൊക്കെ ദിവസങ്ങളോളം അതിൽ തന്നെ അതിനകത്തങ്ങും. അത് അവരുടെ ഒരു വേ ഓഫ് രീതിയാണ്, അത് രീതിയാണ് എന്നാ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സിനിമ എന്തായാലും സിനിമ നല്ലതാണ്. സിനിമ ആളുകളെ ആകർഷിക്കുന്ന ഒരു വലിയ മേഖലയാണ്, അന്നും ഇന്നും വലിയ മേഖലയാണ് സിനിമ. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് ഈ വാതിൽപ്പുറ കാഴ്ചകൾ എന്ന് പറയുന്ന PN മനോജ് സാറിനെ പോലുള്ള ആളുകളാണ് ഇത് കൊണ്ടുവന്നത്. ഈ സ്റ്റുഡിയോയിൽ നിന്നും ഈ സിനിമ പുറത്തു വന്നു വെളിയിലേക്ക് വന്നപ്പോഴാണ് സിനിമ ഈ ആൾക്കാർക്ക് വലിയ ഗൗരവമില്ലാതായി മാറിയത്. ഇപ്പോൾ ഷൊർണൂർ, ഒറ്റപ്പാലം പോലുള്ള സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു തമാശ പറയും. അവിടുത്തെ ഈ കൃഷിയൊക്കെ ചെയ്യുന്ന, കൊയ്ത്ത് പാടത്തൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും ഒരു വൈഡ് ഷോട്ടൊക്കെ വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഷോട്ട് വെക്കുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഒന്ന് മാറി നിൽക്ക്, ഇവരുടെ ഷോട്ടിൽ ഒരു വെക്കുമ്പോൾ ഈ കൊയ്ത്തുകാരായ സ്ത്രീകൾ ചോദിക്കും ഏതാ ലെൻസ് എന്ന് ചോദിക്കും. അത്ര പരിചയമാണ് അവർക്ക് ഇത് കണ്ടിട്ട്. അത്രയും വാതിൽപ്പുറ കാഴ്ചകൾ ഔട്ട്ഡോർ പരിചിതമായി. അപ്പം ഈ മറച്ചു വെക്കുന്ന ഒന്നാണ് സിനിമ എന്ന് പറയുന്നത്. മറച്ചു വെച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക്, ഇപ്പം മമ്മൂക്കൊക്കെ ഇവിടെ വന്നിട്ട് എറണാകുളത്തൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത ആൾക്കാരൊക്കെ വരും, മോഹൻലാലൊക്കെ വരും. പക്ഷെ പഴയ പോലെ വരുമോ? അത് ആരാധകർ വന്ന് കുറേയൊക്കെ ചോദിക്കുമായിരിക്കും. എപ്പോഴും ഹൈഡ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരാൾ ഹീറോയായി മാറുന്നത്. ആണാവട്ടെ പെണ്ണാവട്ടെ, ഹൈഡ് ചെയ്യപ്പെടുമ്പോഴാണ് മറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് വലുതും അത്ഭുതകരവും. മറഞ്ഞിരിക്കുന്നതൊക്കെ മനസ്സിലാക്കാം. എല്ലാം മറഞ്ഞിരിക്കുന്നതെല്ലാം ക്യൂരിയസ് ആയിരിക്കും. എന്തും, അത് വിജ്ഞാനമാവട്ടെ, വസ്തുക്കളാവട്ടെ, എന്തും, മനുഷ്യനാവട്ടെ, എന്തും.